വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോർത്ത് ഇന്ത്യൻ ഡിഷായ ദാബ സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫും പെരിഞ്ജീരകവും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 3 സവാള തിന്നായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്നൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 തക്കാളി എടുത്തേക്കുന്നത്. തക്കാളി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് പൊടികൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ഇപ്പം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൈര് അല്ലെങ്കിൽ 5-6 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. തൈരൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, മല്ലിച്ചപ്പും പുതിനയും ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിയായ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ കസൂരി മേത്തിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി എടുത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഇനി വെന്ത് വരട്ടെ നന്നായിട്ട്. അപ്പോൾ 20 മിനിറ്റ്സിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാ കേരള സ്റ്റൈൽ കറീനെയും കാട്ടി ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ചപ്പാത്തിക്കായാലും നാനിനായാലും പൊറോട്ടക്കായാലും നമ്മുടെ ഗീ റൈസിനായാലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.